പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജൂൺ മാസം 3-ാം തീയതി പുതിയ ഒരു അധ്യയന വർഷത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. സ്കൂളുകളും കലാലയങ്ങളും ഇന്ന് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയ യൂണിഫോമുകളും പുത്തൻ ബാഗുകളും കുടകളും ഒക്കെയായി കാലവർഷത്തിൻ്റെ കെടുതികളുടെ ഇടയിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിനായിട്ട് പുറപ്പെടുകയാണ്. 2024 ആണ്ട് വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയുടെ സൂചനകളും സാധ്യതകളുമാണ് നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ വർഷം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കാം. അനുഗ്രഹീതമായ ഒരു പുതിയ അധ്യയന വർഷത്തിനു വേണ്ടി നമുക്ക് നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിദ്യാഭ്യാസം മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിദ്യാഭ്യാസത്തിന്റെ കുറവ് പ്രത്യേകിച്ച് ആധുനിക ജീവിതത്തിൽ വളരെ പ്രകടമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ തിരിച്ചറിയുക ഇന്ന് വളരെ എളുപ്പമാണ്. വിദ്യാഭ്യാസത്തിലൂടെ സമഗ്രമായ വ്യക്തിത്വ വികസനമാണ് നടക്കുന്നത്. ഒരു വ്യക്തി ഏറ്റവും നന്നായി ജീവിക്കാൻ അഭ്യസിക്കുന്നത് ശരിയായ വിദ്യാഭ്യാസത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. റാങ്കും മാർക്കും മാത്രം ലക്ഷ്യമാക്കിയിട്ടല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന് അയക്കേണ്ടത്. മറിച്ച് ഒരു നല്ല വ്യക്തിയായി സ്വയം തിരിച്ചറിയുകയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വം പ്രതികരിക്കുകയും ചെയ്യുന്ന നല്ല വ്യക്തിത്വങ്ങളെ വളർത്തിയെടുക്കുകയുമാണ് വിദ്യാഭ്യാസം കൊണ്ട് വിഭാവനം ചെയ്യുന്നത്. ഗാന്ധിജി പറഞ്ഞു, ശരിയായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ അവനെ തന്നെ തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. കാട്ടുമനുഷ്യനെ നാട്ടുമനുഷ്യനാക്കി ജീവിക്കാൻ സഹായിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നാണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ അഭിപ്രായപ്പെടുന്നത്. സമൂലമായ ഒരു മാറ്റം വിദ്യാഭ്യാസത്തിലൂടെ വ്യക്തിതലങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, ജീവിത ശൈലികളിൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അനിവാര്യതകളിലേക്ക് എപ്പോഴും നമുക്ക് ദൃഷ്ടി പതിപ്പിക്കാനായിട്ട് സാധിക്കണം. ഓരോ കാലത്തെയും സമൂഹത്തിൻ്റെ ആവശ്യങ്ങളാണ് സത്യത്തിൽ യഥാർത്ഥമായ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കവും പ്രായോഗിക തലവും നിശ്ചയിക്കുന്നത്. നാം ജീവിക്കുന്ന കാലഘട്ടം എന്താണോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതിനെ ഏറ്റവും നന്നായി, ഏറ്റവും മികവോടെ, ഏറ്റവും വിദഗ്ധമായി കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിലൂടെ നാം നേടിയെടുക്കുന്നത്. ശരിയായ വിദ്യാഭ്യാസം ഒരു മനുഷ്യന്റെ ആത്മീകവും ശാരീരികവും ബൗദ്ധികവും മാനസികവുമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്നത് നഷ്ടപ്പെട്ട ഒരു സ്വത്തായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അത് എവിടെ വെച്ച് കണ്ടാലും കൗതുകത്തോടെ വീണ്ടെടുക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. ഏതു പ്രായത്തിൽ നമുക്ക് വിദ്യാഭ്യാസം നേടാനായിട്ട് സാധിക്കും. വിദ്യാഭ്യാസത്തിന് പ്രായം ഒരു പരിധി നിശ്ചയിക്കുന്നില്ല. ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനത്തോളം ഒരു വിദ്യാർത്ഥിയുടെ മനസ്സ് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നതാണ് അറിവ് നേടാനുള്ള ഏറ്റവും നല്ല മാർഗം.
വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകം 28-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വചനത്തിൽ ഏറ്റവും മനോഹരമായി വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെ നാം ആർജിക്കേണ്ടത് ജ്ഞാനമാണെങ്കിൽ കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനമെന്നാണ് ഇയ്യോബ് പറയുന്നത്. ദൈവത്തോടുള്ള ഭക്തിയാണ് സത്യത്തിൽ നമ്മുടെ ജ്ഞാനത്തെ അർത്ഥപൂർണമാക്കി തീർക്കുന്നത്. അതായത് ജ്ഞാനം നേടുന്ന ഒരു മനുഷ്യൻ, അറിവ് നേടുന്ന ഒരു മനുഷ്യൻ ദൈവത്തെയാണ് തിരിച്ചറിയുന്നത്. എത്ര മനോഹരമായ വചനമാണത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ദോഷം വിട്ടകന്ന് നടക്കുന്നത് തന്നെയാണ് വിവേകം എന്ന് പറയുന്നത്. അപ്പൊ ജ്ഞാനവും വിവേകവും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സത്യത്തിൽ ദൈവത്തിൻ്റെ ദാനമാണ് മനുഷ്യൻ നേടുന്ന ജ്ഞാനവും വിവേകവും എന്ന് പറയുന്നത്. തക്ക സമയത്ത് ഏറ്റവും നന്നായി അത് പ്രയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ സമ്പുഷ്ടത നിർണയിക്കുന്നത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യങ്ങൾ 2-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വചനത്തിൽ പറയുന്നു, യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. പരിജ്ഞാനവും വിവേകവും വരുന്നത് യഹോവയുടെ വായിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് പരിജ്ഞാനവും വിവേകവും ആർജിക്കേണ്ടത് ദൈവഭക്തിയിൽ നിന്നാണെന്ന് ഈ ലോകത്തെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ നമ്മളോട് പറയുകയാണ്. സദൃശവാക്യങ്ങൾ 9-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വചനത്തിൽ മഹാജ്ഞാനിയായ ശലോമോൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു എന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ നമ്മളോട് പറയുന്നു. ജ്ഞാനത്തിലും വിവേകത്തിലും പരിജ്ഞാനത്തിലും വളരാൻ, ദൈവികതയിൽ എല്ലാത്തിനും പൂർണ്ണത കണ്ടെത്താൻ ഈ പുതിയ അധ്യയന വർഷം നമുക്ക് സഹായകരമായി തീരണം. ഈ വർഷം വിദ്യാഭ്യാസം ആരംഭിക്കുന്ന കുഞ്ഞുങ്ങളെ മുഴുവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. പുതിയ ക്ലാസ്സുകളിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അനുമോദിക്കുകയും അവർക്ക് സർവ്വവിധ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പുതിയ അധ്യയന വർഷം പുതിയ സ്വപ്നങ്ങളുടെയും മോഹങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും സാക്ഷാത്കാരത്തിന് മുഖാന്തരമായിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും ദൈവിക അനുഗ്രഹങ്ങൾ നന്മകളും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.